പാകിസ്ഥാൻ ബന്ധമുള്ള തീവ്രവാദ സംഘടനയിൽപ്പെട്ട 250ഓളം തീവ്രവാദികളെ പിടിച്ചുപോലും അതിൽ 2 പേര് കേരളത്തിൽ നിന്നുള്ളവരാണ് പോലും. ഇതൊക്കെ ഒരു വാർത്തയാണോ? നമ്മുടെ കേരള മാധ്യമങ്ങൾക്ക് ഇത് വല്ലതും വാർത്തയാണോ? അല്ല. പ്രാധാന്യം കൊടുക്കേണ്ട വാർത്ത ഏതാണെന്നറിയാവോ? കോക്രോച്ച് ജനതാ പാർട്ടിയുടെ, നമ്മുടെ വാറ്റാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് മോൻ രാവിലെ അപ്പിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയൊക്കെ ചെറിയ പച്ചനിറം കണ്ടു. അഭിജിത്ത് മോൻ കഴിച്ചത് ചീരത്തോരനോ? ഇതൊക്കെയാണ് നമ്മൾ വാർത്ത കൊടുക്കേണ്ടത്. ഈ വാർത്തയ്ക്കൊക്കെയാണ് പ്രാധാന്യം നൽകേണ്ടത്, മനസ്സിലായോ? അല്ലാതെ 250 തീവ്രവാദികളെ പിടിച്ചു പോലും. ഇത് നമ്മളെങ്ങനെ വിശ്വസിക്കും? എന്താണ് ഇതിന്റെ സോഴ്സ്? അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയട്ടെന്ന്, ഇത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കാം. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി സാറോ പ്രിയങ്ക മാഡമോ സോണിയാഗാന്ധി മാഡമോ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചോ? അവരാരെങ്കിലും നമ്മളെ ഡിഫൻസിനെ അനുമോദിച്ചോ? മറ്റോ ഒരു ട്വീറ്റെങ്കിലും നടത്തിയോ? ഒരു പോസ്റ്റെങ്കിലും ഇട്ടോ? ഇല്ല. കാരണം അതിന് അത്രയ്ക്ക് പ്രാധാന്യമുള്ളെന്ന്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഏതിനാണെന്നറിയോ? വന്ദേ മാതരത്തിന്റെ പകുതിയേ ഞങ്ങൾ പാടത്തുള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കത്തിച്ച് വിടാം. അല്ലാതെ പാകിസ്ഥാൻ ബന്ധമുള്ള 150 തീവ്രവാദികളെ പിടിച്ചുപോലെ അതിനിപ്പോൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ? വലിയ കാര്യമായിപ്പോയി. അതുപോലെ തന്നെ മലപ്പുറത്തു നിന്നോ മറ്റോ കുറെ ജലാറ്റിൻ സ്റ്റിക്കോ മറ്റോ പിടിച്ചെടുത്തു പോലും. കേരളം മൊത്തത്തിൽ വേണമെങ്കിൽ കത്തിക്കാനുള്ളത്ര ഉണ്ടത്രേ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ അത്ര വലിയ വാർത്തയാക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ പറ. ഇവിടെ അഭിജിത്ത് മോന്റെ പുറകെ നടക്കാൻ തന്നെ നേരെയില്ല. അന്നേരത്തേക്കാണ് മാധ്യമധർമ്മം എന്താണെന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ ആരും പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട കേട്ടോ. ഏതൊക്കെ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, ഏതൊക്കെ പ്രാധാന്യം കൊടുക്കണ്ടെന്നൊക്കെയുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം.